ക്ഷേത്ര അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച് ചെറുതായി ഒന്ന് ചിന്തിക്കാം. ക്ഷേത്ര ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അറിയേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണ്. പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി, അന്തരർത്ഥത്തോടുകൂടി, ഭാവത്തോട് പൂർണ്ണമായി ധാരണയോടുകൂടി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ് പൂജാരിമാർ. ഇത് പുരാതന ഈജിപ്തിൽ സംസ്കാരങ്ങളിൽ ഇത്തരമായ മഹത്തായ ആചാരങ്ങൾ വളരെ കാലം മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ നശിച്ചുപോയി. ഭാരതത്തിലെ ക്ഷേത്രാചാരങ്ങൾ അന്നും ഇന്നും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായി വളരെ റിച്വലിസ്റ്റിക്കായിട്ട്, ആചാരപരമായിട്ട്, അനുഷ്ഠാനപരമായിട്ട് സംരക്ഷിച്ചതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇന്നും ഭദ്രം. ഭാരതത്തിന് അകത്തും പുറത്തും നിലനിൽക്കുന്ന ക്ഷേത്രാചാരങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം, നമ്മുടെ ഭാരതീയ സംസ്കാരം, ക്ഷേത്രങ്ങളുടെ ഉൾത്തളങ്ങളിൽ ഉള്ളിൽ സംരക്ഷിക്കപ്പെട്ടു പോയിരുന്ന കല്ലിലോ ചിത്രങ്ങളിലോ ആരാധനകൾ ലോകമെമ്പാടും എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഭാരതത്തിൻ്റെ വലിയൊരു ഉടമസ്ഥാവകാശത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിസ്തൃതമായി പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ മാന്യമായ വ്യക്തിയും വസ്ത്രാധാരണം, ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഭവങ്ങൾ, മന്ത്രങ്ങൾ, മുദ്രകൾ, എന്തൊക്കെയാണ് ധരിക്കേണ്ടത്, എങ്ങനെയാണ് മണിയടിക്കേണ്ടത്, ഇങ്ങനെ പല കാര്യങ്ങളിലും പൂജയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് വേദങ്ങളുടെ അടിസ്ഥാനമായി, വൈദിക ആചാരങ്ങളുടെ അടിസ്ഥാനമായി, ക്ഷേത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ആഗമശാസ്ത്രങ്ങളുടെ പ്രകാരങ്ങളിൽ, അവരുടെ ചിട്ടവട്ടങ്ങളിൽ, ചടങ്ങുകളിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിത്യനിദാന പൂജകൾ കൂടാതെ ഉത്സവം പോലെയുള്ള വിശേഷ കർമ്മങ്ങൾ നടക്കുമ്പോൾ, ആഘോഷങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ നടക്കണമെന്ന് ആഗമശാസ്ത്രപ്രകാരമുള്ള നിത്യ പൂജകർമ്മങ്ങളോടുകൂടെ തന്നെ ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിത്യപൂജയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയായിരിക്കും നമുക്ക് ഒന്ന് കൃത്യമായിട്ട് ക്രമത്തിലൊന്ന് കാണും. ശുദ്ധീകരണം, പൂജാരി സ്വയം ശുദ്ധി വരുത്തുക, ക്ഷേത്രം ശുദ്ധമാക്കുക, സ്ഥലം ശുദ്ധമാക്കുക. രണ്ടാമത്തേത് ദ്രവ്യശുദ്ധി, അർപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും, അരിയായാലും ഭസ്മമായാലും ചന്ദനമായാലും കുങ്കുമമായാലും വിളക്കായാലും മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചൈതന്യവത്കരിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഫിസിക്കലി ക്ലീൻ ആവണം. ദീപാരാധന, വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. അത് ദീപാരാധന നമ്മുടെ പുറമെ മാത്രമല്ല, അകത്ത് പൂജാരി ചെയ്യുന്നതിനും ദീപാരാധന എന്നാണ് പറയുക. ആവാഹനം, ഈശ്വരൻ്റെ ചൈതന്യത്തെ ദീപത്തിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ്. ആ കമാർത്തന്തു ദേവാനാം ഗമനാർത്ഥന്തു രാക്ഷസ. അഭിഷേകം ചെയ്യുക, ജലം, എണ്ണ, മഞ്ഞൾ, പാല്, തൈര്, നെയ്യ്, തേന്, ഇളനീര്, എന്തൊക്കെയാണോ നമ്മൾ വളരെ നന്നായിട്ട്, ഏറ്റവും പ്രകടമായിട്ട്, ഏറ്റവും ഭക്തിയോടുകൂടി പഞ്ചാമൃതം എങ്ങനെ വെച്ചിട്ടൊക്കെ നമുക്ക് ചന്ദനം വെച്ചിട്ട് അഭിഷേകം ചെയ്യാം, പാല് വെച്ചിട്ട് ചെയ്യാം, വെള്ളം കൊണ്ട് ചെയ്യാം, വായു കൊണ്ട്, മന്ത്രം കൊണ്ട് ചെയ്യാം, വാക്കുകളെ കൊണ്ടാവാം, സൗണ്ടുകളെ കൊണ്ടാവാം. പിന്നെ അലങ്കാരം, വിഗ്രഹത്തെ ഒരു മനുഷ്യനെ എങ്ങനെയാണോ കുളി കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കുന്നത് അതുപോലെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഉടയാടികളും പുഷ്പങ്ങളും ആഭരണങ്ങളും ഒക്കെ മനോഹരമായിട്ട് കൊടുക്കുക എന്നുള്ളത്, നമ്മൾ സ്നേഹമുള്ള കുട്ടിയെ എങ്ങനെയാണോ ഒരുക്കുന്നത് അതുപോലെ. നൈവേദ്യം, ധൂപവും ദീപവും കാട്ടി ആഹാരം, നൈവേദ്യം, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഒരു കുട്ടിക്ക് എങ്ങനെയാണോ അമ്മ ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെയാണ് ഒരു പൂജാരി വിഗ്രഹത്തിന് കൊടുക്കുന്നത്. അർച്ചന എന്ന് പറയുന്നത് നാമങ്ങൾ വെച്ചിട്ട്, അത് 108 18 16 9 അത് ഉരുവിട്ട് പുഷ്പങ്ങൾ അർച്ചിക്കുന്നതാണ്. ഭക്തൻ കൊടുക്കുന്ന എന്തും അർച്ചിക്കുക എന്നുള്ളതാണ്, അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ മഹാദീപാരാധന, പൂജയുടെ ഏറ്റവും അവസാനം ചെയ്യുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒഴിയാണ് ചെയ്യുക. അത് നമ്മൾ ബഹുമാന പുരസരം വിഗ്രഹത്തിന് വെളിച്ചം കാണിക്കുക എന്നുള്ളത്. ഈ സമയം
ഭഗവത് ചൈതന്യം വിഗ്രഹത്തിലെ പ്രസാദങ്ങളിൽ ഭക്തന് കാണാൻ പറ്റുന്ന വിധത്തിൽ ഭസ്മവും പുഷ്പവും ജലവും ഒക്കെ അതിൽ നിന്നെടുത്ത് ഭക്തരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൂടി അതിൻ്റെ ഭാഗമാണ്. പിന്നെ നമസ്കാരം, ദീപം താഴ്ത്തുമ്പോൾ എല്ലാവരും ഭക്തിപൂർണ്ണം പ്രണമിക്കുക, നമസ്കരിക്കുക എന്നുള്ളതാണ്. അനുഗ്രഹം കൊടുക്കുക എന്നുള്ളത്, ദീപം ഭക്തരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഭക്തൻ തങ്ങളുടെ വഴിപാടുകൾ താലത്തിൽ അർപ്പിക്കുമ്പോൾ പൂജാരി അവരെയൊക്കെ അനുഗ്രഹിക്കുക എന്നുള്ളത്. പ്രസാദ വിതരണം, തീർത്ഥം, ഭസ്മം, ചന്ദനം, കുങ്കുമം, പുഷ്പം, നിവേദ്യം തുടങ്ങിയ പ്രസാദങ്ങൾ ഭക്തർക്ക് കൊടുക്കുക എന്നുള്ളത്. ധ്യാനം എന്നുള്ളത് ഭക്തർ അല്പനേരം ശാന്തമായിരുന്ന് ധ്യാനിക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചൊല്ലലോ നാമം ചൊല്ലലോ ഒക്കെ ആവാം, ജപമോ ഒക്കെ ആവാം. പിന്നെ രാത്രിയിൽ ഭഗവാനെ ഉറക്കുന്ന പൂജ, സാധാരണ ഒരു പള്ളി ഉറക്കം, ശയനപൂജ, നമ്മുടെ അയ്യപ്പൻ്റെ ശയനപൂജയൊക്കെ വലിയ പാട്ട് യേശുദാസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. നാം ഇവിടെ ഈ പൊതുവായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ക്രമത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു. ഇത് പ്രാദേശികമായിട്ടോ വിദേശികമായിട്ടോ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്തമായ തോതിൽ മാറ്റങ്ങൾ വരുത്തുന്ന ആചാരങ്ങൾ വളരെ പതിവാണ്. ക്ഷേത്രങ്ങളുടെ ശക്തിയെ, ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അവ ഉണ്ടാക്കാവുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു ജനറലായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തന്നു മാത്രം. നന്ദി, നമസ്കാരം.